ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുവിൻ്റെ സാക്ഷിയായി ഒരിക്കൽ കൂടി കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന മഹാഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യം ഒന്ന് വായിച്ച് കേൾക്കാം. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ. വിശുദ്ധ പത്രോസ് ലീഹായാണ് ഈ ലേഖനം എഴുതുന്നത്. ഈ പത്രോസ് ലീഹായെക്കുറിച്ച് നാം തിരുവചനത്തിൽ സുവിശേഷങ്ങളിൽ വായിക്കുന്ന ഒരു മനോഹരമായ ഭാഗമുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് പത്രോസ് ലീഹ യേശുവിൻ്റെ കൂടെ നടക്കുന്ന വ്യക്തി അല്ല എന്ന് കേവലം ഒരു ബാലികയുടെ മുമ്പിൽ പോലും യേശുവിനെ തള്ളിപ്പറഞ്ഞ് നിൽക്കുന്ന സമയം യേശു പത്രോസ് ലീഹായോട് പറഞ്ഞിരുന്നു, നാളെ നേരം വെളുത്ത് കോഴി 2 വട്ടം കൂകും മുമ്പേ നീ എന്നെ 3 വട്ടം തള്ളിപ്പറയുമെന്ന്. കോഴി കൂകും മുമ്പേ നീ എന്നെ തള്ളിപ്പറയുമെന്ന് പത്രോസിന് മുന്നറിയിപ്പ് കൊടുത്തു. അതുപോലെ തന്നെ സംഭവിച്ചു. കർത്താവിനെ പത്രോസ് ലീഹ തള്ളിപ്പറഞ്ഞു. ആ സമയം തന്നെ പത്രോസ് കേൾക്കുന്ന ഒരു കോഴിയുടെ കൂവലുണ്ട്. കോഴി കൂകി പത്രോസിന് പെട്ടെന്ന് ഓർമ്മ വന്നു, യേശു എനിക്ക് മുന്നറിയിപ്പ് തന്നതാണല്ലോ എന്ന്. ആ കോഴിയുടെ കൂകൽ കേട്ടപ്പോൾ തന്നെ പത്രോസ് ലീഹായ്ക്ക് പാപബോധം വന്നു, കുറ്റബോധമുണ്ടായി, പുറത്തിറങ്ങി കരയുകയാണ്. ദൈവമക്കളെ, എന്നാൽ നമുക്കറിയാം പത്രോസ് ലീഹ ജീവിതത്തിൽ ആദ്യമായിട്ടൊന്നും അല്ല ഈ കോഴിയുടെ കൂവൽ കേൾക്കുന്നത്. ഇതിനു മുമ്പും പലവട്ടം കർത്താവിൻ്റെ കൂടെ നടന്നതിന് ശേഷവും ഒരുപക്ഷെ പല കോഴികളും കൂവുന്നത് പത്രോസ് ലീഹ കേട്ടിട്ടുണ്ട്. ആ കോഴിയുടെ കൂവലൊന്നും പത്രോസ് ലീഹയിലേക്ക് മാനസാന്തരം കൊണ്ടുവന്നില്ല, ഒരു പാപബോധം കൊണ്ടുവന്നില്ല. താൻ തെറ്റ് ചെയ്തു പോയി, തൻ്റെ പ്രാണപ്രിയനായ യേശുവിനെ ഒറ്റിക്കൊടുത്തു പോയി അല്ലെങ്കിൽ തള്ളിപ്പറഞ്ഞു പോയി എന്ന് പത്രോസ് ലീഹായ്ക്ക് അപ്പോഴൊന്നും ബോധം വന്നില്ല. എന്നാൽ ഒരു സമയത്ത്, കൃത്യസമയത്ത്, തൻ്റെ ജീവിതത്തിൽ തെറ്റുപറ്റിയിരിക്കുന്ന ഒരു സമയത്ത് ഒരു കോഴിയുടെ കൂവൽ മതിയായിരുന്നു ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുവാനായിട്ട്. ആ സമയം തക്കത്തിൽ പത്രോസ് ലീഹ ഉപയോഗിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും കർത്താവ് ചില സമയങ്ങൾ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുവാൻ, യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ കർത്താവ് നമുക്ക് ചില സമയങ്ങൾ തരും. ആ സമയം നമ്മൾ തക്കത്തിൽ വിനിയോഗിച്ചില്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നഷ്ടം വരും. നമുക്ക് പിന്നീട് ഒരു അവസരം കിട്ടണമെന്നില്ല, പിന്നീട് നാം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കണമെന്ന് പോലുമില്ല. അതുകൊണ്ട് ലഭിക്കുന്നതായ സമയം, ദൈവവചനം നമ്മുടെ ഏറ്റവും അടുത്തിരിക്കുമ്പോൾ നാം അത് തക്കത്തിൽ വിനിയോഗിക്കണം എന്നാണ് കർത്താവിൻ്റെ വചനം നമ്മോട് പറയുന്നത്. അങ്ങനെ ഒരവസരം കിട്ടിയിട്ട് ജീവിതത്തിൽ നല്ല ഒരു ഓപ്പർച്യൂണിറ്റി, നമ്മൾ പറയാറുണ്ടല്ലോ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്നെല്ലാം, അങ്ങനെ ഒരു സുവർണ അവസരം ലഭിച്ചിട്ട് അത് നഷ്ടമാക്കി കളഞ്ഞ ഒരു മനുഷ്യൻ, ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് വളരെ മാന്യനായി നല്ല രീതിയിൽ ജീവിച്ച ഒരു മനുഷ്യൻ, അവനെക്കുറിച്ച് അല്പനേരം ഒന്ന് ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിലാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 17 മുതൽ 22 വരെയുള്ളതായ വാക്യങ്ങളെ നാം വായിക്കുമ്പോൾ അവിടെ തനിക്ക് ലഭിച്ചതായ ഒരു സുവർണ അവസരം, അനേകർക്ക് കിട്ടാത്തതായ ഒരു സുവർണ അവസരം ലഭിച്ചിട്ട് കിട്ടിയിട്ട് അത് നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരു മനുഷ്യൻ, അവൻ്റെ ജീവിതത്തിൽ പിന്നീട് വലിയ സങ്കടമായിരുന്നിരിക്കും. അവൻ്റെ വാർദ്ധക്യത്തിലെല്ലാം അവൻ സങ്കടത്തോടെ അതേക്കുറിച്ച് ഓർത്ത് കരഞ്ഞിട്ടുണ്ടാകാം. നമുക്കൊന്ന് വായിച്ച് കേൾക്കാം അതിൻ്റെ 17-ാമത്തെ വാക്യം. അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് അവനോട് ചോദിച്ചു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവമക്കളെ, ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചില കാര്യങ്ങളെല്ലാം ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. നാം ഇവിടെ വായിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു യാത്ര ചെയ്യുന്ന സമയത്ത്, ഒരുപക്ഷേ തെരുവിലൂടെ ആകാം, വഴിയിലൂടെ ആകാം, യേശു ഇങ്ങനെ യാത്ര ചെയ്യുന്നു, നട റോഡിലൂടെ ആകാം. അന്ന് ടാറിട്ട റോഡൊന്നും അല്ലല്ലോ, വലിയ പുരുഷാരം യേശുവിൻ്റെ കൂടെയുണ്ട്. ഈ ആളുകളെല്ലാം നോക്കി നിൽക്കുകയാണ് ഒരു നല്ല മാന്യനായ മനുഷ്യൻ, നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ
നല്ല സമ്പന്നനായ ഒരു വ്യക്തി നടു റോഡിൽ ഈ കാണായ ആളുകളുടെ എല്ലാം മുമ്പിൽ വെച്ച് യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി വീഴുന്ന ഒരനുഭവം. അവൻ യേശുവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി ഓടി വന്നു, കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുകയാണ്. ഒരു പക്ഷേ യേശുവിൻ്റെ കൂടെ നടക്കുന്ന അനേകർക്ക് ഇവനെ അറിയാം, ഇവൻ്റെ കുടുംബം അറിയാം, ഇവൻ്റെ സാഹചര്യങ്ങൾ അറിയാം, ഇവൻ്റെ സമ്പത്ത് അറിയാം, ഇവൻ്റെ നില അറിയാം, ഇവൻ്റെ ജീവിതം അറിയാം, എല്ലാം അറിയാം. പക്ഷെ അതൊന്നും ഗൗനിക്കാതെ ഇവൻ ആരെയും നോക്കാതെ യേശുവിൻ്റെ കാൽക്കൽ മുട്ടുമടക്കിയാണ് പെരുവഴിയിൽ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇത്രയേറെ ധൈര്യം നമ്മളിൽ എത്ര പേര് കാണിക്കാറുണ്ട്? ദൈവത്തിന് സ്തോത്രം. ഇത് വലിയൊരു കാര്യമാണ്. അത്രയ്ക്ക് ധൈര്യമാണ് അവനുണ്ടായത്. അവന് അത്ര വലിയ ധൈര്യം ഉണ്ടാകാൻ കാരണം എന്താണെന്നറിയാമോ? അവൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം ആവശ്യമാണ്. അവൻ ദൈവവിശ്വാസിയാണ്, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അവന് നിത്യജീവൻ്റെ ഉറപ്പില്ല. എന്ന് പറഞ്ഞാൽ മരണശേഷം സ്വർഗരാജ്യത്തിൽ എത്തുമെന്നുള്ളതായ ഉറപ്പ് അവനില്ല. ഇന്ന് അനേകരുടെ അനുഭവം ഇങ്ങനെയല്ലേ? വിശ്വാസമുണ്ട്, പള്ളിയിൽ പോകും, ആരാധനയിൽ പങ്കെടുക്കും, കൂട്ടായ്മയിൽ വരും, ദൈവവചനം കേൾക്കും, കർത്താവിൻ്റെ വേലയോട് ചേർന്ന് നിൽക്കുന്നുണ്ട്, പല പല ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്, എല്ലാം ശരിയാണെങ്കിലും ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ ഇന്ന് മരിച്ചാൽ സ്വർഗത്തിലെത്തുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പില്ല. എല്ലാ വേലയുമുണ്ട്, എല്ലാ ജോലിയുമുണ്ട്, ശുശ്രൂഷകൾ പലതും ചെയ്യുന്നുണ്ട്, ദൈവാലയവുമായി ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്നു, എല്ലാ ഞായറാഴ്ചയും കുർബാന കാണും, അല്ല ഇട ദിവസങ്ങളിലും കുർബാന ഉണ്ടെങ്കിൽ ഒരുപക്ഷെ പോകും. നല്ല ബന്ധമാണ് പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും ശുശ്രൂഷക്കാരും എല്ലാവരുമായിട്ട്. അല്ല, കൂട്ടായ്മയുമായി നല്ല ബന്ധമാണ്, വചനം പറയുന്നവരുമായിട്ട് നല്ല ബന്ധമാണ്, കൂട്ടായ്മയുടെ പല പ്രവർത്തനങ്ങളിലും സഹകരിക്കും. പക്ഷേ ഹൃദയത്തിൽ ഇന്ന് മരിച്ചാൽ നിത്യജീവൻ ലഭിക്കുമോ, കർത്താവായ യേശുക്രിസ്തു ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിൽ എത്തുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പില്ല. ഇത് ഈ മനുഷ്യനെ ശരിക്കും വലച്ചു കളഞ്ഞു. കാരണം ഒരു മനുഷ്യൻ്റെ ഈ ഭൂമിയിലെ ആയുസ്സിൽ വെച്ച് അവൻ കണ്ടുപിടിക്കേണ്ട, അവൻ ഉറപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് അവൻ്റെ മനസ്സിൽ വന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണത്. മറ്റെന്തുമുണ്ടെങ്കിലും ഒരു നീക്കുപോക്കുണ്ട്, മറ്റെന്ത് വിഷയങ്ങളുണ്ടെങ്കിലും നമുക്ക് വേണമെങ്കിൽ സാരമില്ല എന്ന് വെക്കാം. ശരിയാ, പലതിനും നമുക്കൊരു നീക്കുപോക്കുണ്ട്. പക്ഷെ ഇതിൻ്റെ നീക്കുപോക്കാണ് ഏറ്റവും ആദ്യം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. ഞാൻ മരിച്ചാൽ ദൈവരാജ്യത്തിൽ എത്തുമോ? ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അധികം ആരും വരുന്നതായിട്ട് വേദപുസ്തകത്തിൽ ഇല്ല, തിരുവചനത്തിൽ ഇല്ല. അനേകരുടെ ഭൗതികമായ ആവശ്യങ്ങളുമായി കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്നവരുണ്ട്. വീട്ടിലെ സ്വത്ത് പോലും വീതിച്ച് തരുവാൻ നീ ഒന്ന് ഇട നിൽക്കണമെന്ന് കർത്താവിനോട് വന്ന് പറഞ്ഞ ആളുകൾ വരെ തിരുവചനത്തിലുണ്ട്. ദൈവമക്കളെ, രോഗങ്ങളായിട്ട് വന്നവരുണ്ട്, കഷ്ടപ്പാടും ദുരിതവുമായിട്ട് വന്നവരുണ്ട്, കുഞ്ഞുങ്ങളുടെ മരണവുമായി ബന്ധപ്പെട്ട് വന്നവരുണ്ട്. ഇങ്ങനെ തിരുവചനം നാം ആദ്യോടന്തം നോക്കുമ്പോൾ ധാരാളം ഭൗതികമായ ആവശ്യങ്ങളുമായി വന്നവരുണ്ട്. പക്ഷേ നിത്യജീവൻ കിട്ടുവാൻ ഞാൻ എന്തു ചെയ്യണം? എനിക്ക് നിത്യജീവൻ്റെ ഉറപ്പ് വേണം, സ്വർഗരാജ്യത്തിൽ എനിക്ക് കടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ആഗ്രഹം, ശരിയായ ഒരു കാഴ്ചപ്പാടോടുകൂടി യേശുവിൻ്റെ അടുക്കൽ വന്ന അനേകരില്ല. വളരെ ചുരുക്കം പേരേ ഉള്ളൂ. അതിലൊരാളാണ് ഈ വ്യക്തി. അവൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണം? ഒരു പക്ഷേ ഇവൻ യേശുവിൻ്റെ വചനങ്ങൾ കേട്ടിട്ടുണ്ടാകാം, അവൻ യേശുവിൻ്റെ കൂടെ പലപ്പോഴും നടന്നിട്ടുണ്ടാകാം, പുരുഷാരത്തിൻ്റെ ഇടയിൽ അവൻ ഉണ്ടായിരുന്നിരിക്കാം, അറിയാൻ പാടില്ല. കാരണം അവന് മനസ്സിലായല്ലോ യേശുവിനോട് ചോദിച്ചാൽ ഇതിന് ഉത്തരം കിട്ടുമെന്ന്, യേശുവിനോടാണ് ചോദിക്കേണ്ടതെന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഈ ചോദ്യം ചോദിക്കേണ്ടത് യേശുവിനോട് തന്നെയാണ് കേട്ടോ. നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എങ്ങനെ ജീവിച്ചാൽ സ്വർഗത്തിലെത്തുമെന്ന് നാം ചോദിക്കേണ്ടത് ക്രിസ്തുവിനോട് തന്നെയാണ്, യേശുവിനോട് തന്നെയാണ്. ചോദിക്കേണ്ടവനോട് ചോദിക്കേണ്ട ചോദ്യമാണ് ചോദിച്ചത്. ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിൽ ഈ ബോധ്യമുണ്ടോ? നമ്മൾ പലതിലും പങ്കെടുക്കുന്നവരാണ്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ആത്മീയമായ പല കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുന്നവരാണ്. പക്ഷേ ഹൃദയത്തിൽ ശരിയായ ഒരു ബോധ്യം, ഇന്ന് ഞാൻ കടന്നുപോയാൽ ഏത് സമയത്ത് വേണേലും നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാം. നമ്മൾ ദൈനംദിനം കാണുന്നതാണ്. അതിന് പ്രായഭേദമില്ല, വിദ്യാഭ്യാസ ഭേദമില്ല, ലിംഗഭേദമില്ല. ഏത് രീതിയിലുള്ള മനുഷ്യനും ഏത് സമയത്ത് വേണേലും ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകാം. ദൈവമക്കളെ, അങ്ങനെ കടന്നു പോയാൽ നമ്മുടെ ഉള്ളിൽ ഒരാത്മാവില്ലേ? നമ്മുടെ ആത്മാവ് എങ്ങോട്ട് കടന്നു ചെല്ലും? ആത്മാവ് നശിക്കുന്നില്ലല്ലോ. ഈ ആത്മാവ് എങ്ങോട്ട് പോകും? ആത്മാവ് സ്വർഗത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമോ, അതോ പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുമോ? ഇതെല്ലാം ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നതാണ്. ഇന്ന് പറയുമ്പോൾ പലർക്കും ഒരു പരിഹാസമായിരിക്കും.
ഇന്നത്തെ ലോകത്ത് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പലർക്കും ഇത് കേൾക്കുമ്പോൾ ചിരിയായിരിക്കാം. ദൈവമക്കളെ, അവിശ്വാസികൾക്ക് ഇതൊരു തമാശ വിഷയമായിരിക്കാം. പക്ഷേ ഓർക്കുക, ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് നമ്മൾ കാണാൻ പോകുന്ന കാര്യമാണ്. തിരുവചനം വെച്ച് വായിക്കുമ്പോൾ നാം ഇന്ന് കാണാൻ പോകുന്ന, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണാൻ പോകുന്ന ഒരു കാര്യമാണ് ഈ ഒരു അനുഭവം എന്ന് പറയുന്നത്. ദൈവമക്കളെ, നമ്മൾ എങ്ങോട്ട് പോകും? ഇതിന് ഉത്തരം കണ്ടെത്താറുണ്ടോ? ഇത് നമ്മൾ ഉറപ്പിക്കാറുണ്ടോ? ഓരോ ദിവസവും കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ആ നിത്യജീവന്റെ ഉറപ്പിലാണ്, ഞാൻ ഇന്ന് കടന്നുപോയാൽ കർത്താവിൻ്റെ കൃപയാൽ ഞാൻ യേശു എനിക്ക് വേണ്ടി ഒരുക്കുന്ന സ്ഥലത്ത് ചെല്ലുമെന്നുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടോ? അവൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, നിത്യജീവനെ ലഭ്യമാകുവാൻ ഞാൻ എന്ത് ചെയ്യണം? ഉടനെ യേശു അവനോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൻ്റെ 19-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 10:19. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. കർത്താവ് ചോദിച്ചു, അവനോട് പറയുന്നത് വളരെ വ്യക്തമായിട്ടാണ്. കാരണം അവന് ന്യായപ്രമാണമൊക്കെ നന്നായിട്ട് അറിയാം, വേദപുസ്തകമൊക്കെ നല്ല രീതിയിൽ അറിയാം. അതിൽ പറഞ്ഞിട്ടുണ്ട്, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ കൽപ്പനകൾ അനുസരിക്കണം. ദൈവം വിലക്കിയിരിക്കുന്നത് ചെയ്യരുത് എന്ന് അവനറിയാം, പാപം ചെയ്യരുത് എന്ന് അവനറിയാം. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയുള്ളതായ പാപത്തിൻ്റെ ഒരു പട്ടിക പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു, ഇതെല്ലാം നീ വായിച്ചിട്ടില്ലേ? ഇതൊന്നും ചെയ്യാതിരിക്കുക, അപ്പോൾ നിനക്ക് നിത്യജീവൻ കിട്ടുമല്ലോ, നീ പിന്നെ എന്തിനാണ് സംശയിക്കുന്നതെന്ന് ചോദിച്ചു. പക്ഷേ അവൻ പറയുന്നൊരു വാക്കുണ്ട്. അവനോട് 20-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. അവനോട്, ഗുരു, ഇതൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു പോരുന്നു എന്ന് പറഞ്ഞു. അവൻ പറയുന്നത്, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന, കർത്താവ് പറഞ്ഞ ഒരു കാര്യം പോലും ഞാൻ ചെയ്തിട്ടില്ല. ഈ തിരുവചനം വിലക്കിയിട്ടുള്ളതായ ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ അവൻ പറയുന്നു, എന്നിട്ടും എനിക്ക് നിത്യജീവൻ്റെ ഉറപ്പില്ല. ദൈവമക്കളെ, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നാം ചെയ്യാതിരിക്കുന്ന ചില പാപങ്ങളല്ല നമ്മളെ ദൈവരാജ്യത്തിൽ എത്തിക്കുന്നത്. ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്നതായ പാപങ്ങൾ ചെയ്യാതിരുന്നു എന്നുള്ളത് കൊണ്ട് ഒരു മനുഷ്യൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല. കാരണം അത് അവൻ്റെ ഹൃദയത്തിൽ ആ ഉറപ്പ് കിട്ടുന്നില്ല. അവൻ്റെ ഹൃദയത്തിൽ അവന് നല്ല ഉറപ്പുണ്ട്, അവനിതൊന്നും ചെയ്തിട്ടില്ല എന്ന് അവന് നല്ല ഉറപ്പുണ്ട്. അവൻ ചെറുപ്പം മുതലേ, അതായത് നല്ല ബുദ്ധി ഉറച്ച സമയത്ത്, ഇത് വായിച്ച് ഇത് ഗ്രഹിക്കാൻ കെൽപ്പ് കിട്ടിയതായ സമയം മുതലേ, അവൻ്റെ മനസ്സിൽ ഇത് പതിഞ്ഞ കാലം മുതലേ, തിരുവചനം വായിച്ചു തുടങ്ങിയ കാലം മുതലേ അവൻ ഇത് ചെയ്യില്ല എന്ന് തീരുമാനമുള്ള വ്യക്തിയാണ്. അവൻ ചെയ്തിട്ടില്ല. അവൻ വളരെ പ്രാഗൽഭ്യത്തോടെ, അറിയാമല്ലോ, യേശുവിൻ്റെ സന്നിധിയിൽ ചെന്നാണ് അവൻ ഇത് പറയുന്നത്. അപ്പോൾ ഇവൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ യേശുവിന് അതറിയാം. ഇവൻ്റെ ജീവിതം മുഴുവനും യേശുവിൻ്റെ മുമ്പിൽ നഗ്നവും മലർന്നവുമായി കിടക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പാപം വന്നിട്ടുണ്ടെങ്കിൽ അത് യേശുവിനറിയാം, അത് അവനും അറിയാം. എന്നിട്ടുമാണ് അവൻ പറയുന്നത്, കർത്താവേ, ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ഈ പാപം ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ എന്നിട്ടും എനിക്ക് നിത്യജീവൻ്റെ ഉറപ്പില്ല. ദൈവമക്കളെ, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചില ചടങ്ങുകൾ ചെയ്തതുകൊണ്ടോ, ചില ആത്മീയമായ ശുശ്രൂഷകൾ നമ്മൾ ചെയ്തതുകൊണ്ടോ, അല്ലെങ്കിൽ വിലക്കപ്പെട്ട കുറേ പാപങ്ങൾ ചെയ്യാതിരിക്കുന്നു എന്നുള്ളത് കൊണ്ടൊന്നും നിത്യജീവൻ്റെ ഉറപ്പ് നമുക്ക് ലഭിക്കില്ല. കാരണം എന്താണെന്നറിയാമോ? മനുഷ്യൻ പുറമേ ഉള്ളതായ കുറേ കാര്യങ്ങൾ മാറ്റിയാൽ ലഭ്യമാകുന്ന ഒന്നല്ല ഈ സ്വർഗരാജ്യം എന്ന് പറയുന്നത്. ചില കൽപ്പനകൾ പ്രമാണിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ലഭ്യമാകുന്നതല്ല. ദൈവരാജ്യം പരിശുദ്ധമായ രാജ്യമാണ്. ദൈവരാജ്യം വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രാജ്യമാണ്. അവിടെ പ്രവേശിക്കണമെങ്കിൽ ആ മനുഷ്യൻ ഒരു വിശുദ്ധനായിരിക്കണം. ആ മനുഷ്യൻ്റെ ഹൃദയം വിശുദ്ധമായിരിക്കണം. പ്രകടമായ ശരീരം കൊണ്ട് ചില പാപങ്ങൾ ചെയ്യുന്നില്ല എന്നതിനേക്കാൾ ഉപരി അവൻ്റെ ഹൃദയവും ശുദ്ധീകരണം പ്രാപിച്ചതായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞു, ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. ദൈവത്തെ കാണണമെങ്കിൽ, ദൈവം ഒരുക്കിയിരിക്കുന്ന രാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ആ മനുഷ്യൻ ശുദ്ധീകരണം പ്രാപിക്കണം. അപ്പോൾ അടുത്ത വാക്യം നമ്മൾ വായിക്കുന്നത് എന്താണ്? നമുക്ക് വായിക്കാം അതിൻ്റെ 21-ാമത്തെ വാക്യം. യേശു അവനെ നോക്കി, ഞാനിതൊന്നും ചെയ്തിട്ടില്ല എന്ന് ആ വ്യക്തി പറഞ്ഞപ്പോൾ കർത്താവ് അവനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ എല്ലാം മനസ്സിലായി. അവൻ ഈ ഭൂമിയിൽ ജനിച്ചു വീണ സമയം മുതലേ, അവൻ കർത്താവിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ സമയം വരെയുള്ളതായ സകല ചരിത്രവും യേശുവിൻ്റെ ഹൃദയത്തിൽ വന്നു. യേശു അതറിഞ്ഞു. അവൻ പറഞ്ഞു, ശരിയാ, പ്രകടമായി ആ പാപങ്ങളൊന്നും അവൻ ചെയ്തിട്ടില്ല. അവനോട് യേശുവിന് സ്നേഹം. അവൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കേണ്ടത് ചോദിച്ചു. യേശുവിന് അവനോട് സ്നേഹം. അവിടെ വായിക്കുന്നത് അവനെ സ്നേഹിച്ചു എന്നാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നാം ഇത് ഉറച്ചു ഹൃദയത്തിൽ വിശ്വസിക്കണം. നാം ഇപ്പോൾ നിത്യജീവന്റെ ഉറപ്പിലല്ലെങ്കിലും യേശു നമ്മെ സ്നേഹിക്കുന്നു. യേശുവിന് നമ്മോടുള്ള സ്നേഹത്തിന് കുറവില്ല. യേശു മനുഷ്യനെ സ്നേഹിക്കുന്നു, നമ്മെ സ്നേഹിക്കുന്നു. ഇത് നാം പറഞ്ഞുകൊണ്ടേയിരിക്കണം. യേശുവെ, ഞാനും നിന്നെ സ്നേഹിക്കുന്നു. യേശു എന്നെ സ്നേഹിക്കുന്നു, ഞാനും യേശുവിനെ സ്നേഹിക്കുന്നു. ഇതൊരു സ്നേഹബന്ധമാണ്.
ദൈവത്തിന് സ്തോത്രം. യേശു സ്നേഹിച്ചാൽ അടുത്തത് എന്താണെന്നറിയാമോ സംഭവിക്കുക? മനുഷ്യൻ്റെ ജീവിതത്തിലെ കുറവ് കാണിച്ചു തരും. കാരണം യേശു എന്തിനാണ് ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നത്? യേശുവിന് ഈ ഭൂമിയിൽ വെച്ച് മനുഷ്യനെ എന്തെങ്കിലും സ്നേഹിച്ചതുകൊണ്ട് ദൈവത്തിനൊന്നും കിട്ടാനല്ല. യേശു സ്നേഹിച്ചത് ആ വ്യക്തിയല്ല, ആ വ്യക്തിയുടെ ആത്മാവിനെയാണ്. ആ ആത്മാവ് തന്നോടുകൂടെ ആയിരിക്കണമെന്ന് യേശുവിന് നിർബന്ധം. അതാണ് ആ മനുഷ്യനെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം. അതുകൊണ്ട് ആ ആത്മാവ് ദൈവരാജ്യത്തിൽ എത്തുന്നതിന് തടസ്സമായിട്ടുള്ളത് യേശു അവൻ്റെ ഉള്ളിൽ കണ്ടു. അവൻ പലതും ചെയ്യുന്നില്ലെങ്കിലും, പ്രകടമായ പാപങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിലും അവൻ ദൈവരാജ്യത്തിൽ എത്തുന്നില്ല എന്നുള്ളതായ പരമസത്യം കർത്താവ് തിരിച്ചറിഞ്ഞു. കാരണം അവൻ്റെ ഹൃദയത്തിൽ ചില പാപങ്ങളുണ്ട്, അവൻ്റെ ഹൃദയത്തിൽ ചില പിടുത്തങ്ങളുണ്ട്, ചില വസ്തുക്കളോടുള്ളതായ പിടുത്തങ്ങളുണ്ട്, ഈ ഭൂമിയിലുള്ള ചില കാര്യങ്ങളോടുള്ള പിടുത്തമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവനെ യേശു സ്നേഹിച്ചു, അവൻ്റെ ആത്മാവിനെ യേശു സ്നേഹിച്ചു, അവൻ നിത്യതയിൽ തന്നോടുകൂടെ വേണമെന്ന് യേശു ആഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് ക്രിസ്തുവിൻ്റെ ആഗ്രഹം ഇത് തന്നെയാണ്. നമ്മൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നുള്ളതാണ് യേശുവിന് നമ്മെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ആഗ്രഹം. നമ്മൾ ആ നിലയിലേക്ക് എത്തിച്ചേർന്നുവോ? നമ്മൾ ആ നിത്യജീവൻ്റെ ഉറപ്പിൽ എത്തിയോ? ദൈവമക്കളെ, അതുകൊണ്ട് യേശു നമ്മളെ സ്നേഹിക്കുന്നു. നിങ്ങൾ ഓർക്കയിൽ ഭൂമിയിൽ ആരെല്ലാം നമ്മൾ വെറുത്താലും, സ്വന്തം ഭർത്താവ് വെറുത്താലും, സ്വന്തം ഭാര്യ വെറുത്താലും, മക്കൾ വെറുത്താലും, മക്കൾ നമ്മളെ നോക്കുന്നില്ലെങ്കിലും, ദൈവമക്കളെ, മാതാപിതാക്കൾക്ക് നമ്മളോട് സ്നേഹമില്ലെങ്കിലും, മാതാപിതാക്കൾ ചിന്തിക്കുക മക്കൾക്ക് നമ്മളോട് സ്നേഹമില്ലെങ്കിലും, ദൈവമക്കളെ, നമ്മെ സ്നേഹിക്കുന്ന ഒരാളുണ്ട്. ഈ ഭൂമിയിൽ നമ്മെ സ്നേഹിക്കാൻ വേണ്ടി മാത്രം ഒരാളുണ്ട്. അതാണ് യേശു. ദൈവത്തിന് സ്തോത്രം. നമ്മെ സ്നേഹിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരാൾ, അതാ യേശു ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആ യേശു അവനെ സ്നേഹിച്ചതിൻ്റെ തെളിവെന്താണെന്നറിയാമോ? അവനെ സ്നേഹിച്ചത് അവൻ്റെ ആത്മാവ് നിത്യതയിൽ എത്തണം വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അവൻ്റെ ആത്മാവ് നിത്യതയിൽ എത്തുന്നതിന് തടസ്സമായിട്ടുള്ളത് യേശു അവനെ കാണിച്ചു കൊടുത്തു. സ്നേഹത്തിൻ്റെ ലക്ഷണം അതാണ്. സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ ആത്മാവ് നിത്യതയിൽ എത്തുവാൻ തക്കവണ്ണം തടസ്സമായിട്ടുള്ളത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. യേശു അവനെ സ്നേഹിച്ചു. അടുത്ത വാക്ക് എന്താണെന്ന് വായിക്കാം. ഒരു കുറവ് നിനക്കുണ്ട്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. അവനോട് പറഞ്ഞത്, മോനെ, നിനക്ക് ഒരു കുറവുണ്ട്, ഒരു കുറവ്. അത് നിന്റെ ഹൃദയത്തിലായിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ശരീരത്തിലല്ല, നിന്റെ പുറമേയുള്ളതായ കാര്യങ്ങളിലൊന്നുമല്ല, ഈ ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലല്ല, മുകളിൽ പറഞ്ഞതായ പാപങ്ങളൊന്നുമല്ല. കള്ളം പറയുകയെന്നോ, കള്ളത്തരം ചെയ്യുകയെന്നോ, മോഷ്ടിക്കുകയെന്നോ, വ്യഭിചാരം ചെയ്യുകയെന്നോ, കൊലപാതകം ചെയ്യുകയെന്നോ, ഇതൊന്നുമല്ല. ഇതൊന്നും നിന്റെ ജീവിതത്തിലില്ല, ശരിയാണ്. പക്ഷേ നിന്റെ ഹൃദയത്തിലൊരു പാപമുണ്ട്. നിന്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. നിന്റെ ഹൃദയത്തിൽ ഇപ്പോൾ വേറൊരു ദൈവമുണ്ട്. അതാണ് യേശു കാണിച്ചു കൊടുത്തത്. നിനക്ക് നിത്യജീവൻ ഉറപ്പ് കിട്ടാത്ത എന്തുകൊണ്ടാ? നിന്റെ ഹൃദയത്തിലിരിക്കുന്ന ദൈവം വേറെ. നീ ആരാധിക്കുന്ന ദൈവം, പുറമെ ആരാധിക്കുന്ന ദൈവം സത്യദൈവം, പക്ഷേ നിന്റെ ഹൃദയത്തിലിരിക്കുന്നതോ വേറെ ദൈവം. ഇങ്ങനെ ഒരു അനുഭവമുണ്ട് മനുഷ്യ ജീവിതത്തിൽ. ഇങ്ങനെ ഒരു അനുഭവമുണ്ട്. ആരാധിക്കുമ്പോൾ, പുറമെ ആരാധിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കും. പള്ളിയിൽ പോയി നിൽക്കുന്ന വ്യക്തി ദൈവത്തെ തന്നെ ആരാധിക്കുന്നു, ദൈവത്തോട് തന്നെ പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നത് ദൈവത്തോടാണ്, കർത്താവായ യേശു ക്രിസ്തുവിനോടാണ്, പിതാവായ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഹൃദയത്തിലോ വേറെ ദൈവമാണ്. അങ്ങനെ ഒരു അനുഭവമുണ്ട് മനുഷ്യന്. ഹൃദയത്തിൽ വേറൊരു ദൈവത്തെ വെച്ചുകൊണ്ട് പുറമെ സത്യദൈവത്തെ ആരാധിക്കാൻ പറ്റും. ആ ആത്മാവിന് സമാധാനം ഉണ്ടാവില്ല, ആ ആത്മാവിന് സ്വസ്ഥത ഉണ്ടാവില്ല, ആ ആത്മാവിന് മരണത്തെ ഭയമായിരിക്കും. ആ ആത്മാവിന് അറിയാം, താൻ മരിച്ചു കഴിയുമ്പോൾ ഞാനിപ്പോൾ പുറമെ ആരാധിക്കുന്ന, പുറമെ കാട്ടിക്കൂട്ടുന്ന ഈ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ദൈവം ഒരുക്കുന്ന സ്വർഗരാജ്യത്തിൽ ഞാൻ എത്തുകയില്ല. കാരണം ഹൃദയത്തിൽ ഈ ദൈവം ഇല്ല, ഹൃദയത്തിൽ വേറെയാണ് ദൈവം. ദൈവത്തിന് സ്തോത്രം. ഇവൻ്റെ ഹൃദയത്തിൽ എന്താണ് ദൈവമായിട്ടിരുന്നത്? ഇവൻ പുറമേ ഈ ദൈവത്തെ ആരാധിക്കുമ്പോഴും കൽപ്പനകൾ അനുസരിക്കുമ്പോഴും ദൈവാലയത്തോട് ചേർന്ന് നിൽക്കുമ്പോഴും എല്ലാം ചെയ്യുമ്പോഴും അവൻ്റെ ഹൃദയത്തിൽ ഒരു ദൈവമുണ്ട്. അത് പണമാണ്, അത് സമ്പത്താണ്. ഈ സമ്പത്താണെങ്കിലോ തിരുവചനത്തിലൊന്നും നമ്മൾ വായിക്കുന്നില്ല ഇവൻ അന്യായമായി സമ്പാദിച്ചതാണ്, അവൻ തെറ്റായി സമ്പാദിച്ചതാണെന്ന്, അവൻ ഏതെങ്കിലും രീതിയിൽ കള്ളത്തരത്തിലൂടെ ചെയ്തതാണെന്ന്. കാരണം അവൻ പറയുന്നുണ്ട് ഒരു പാപവും ഞാൻ ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ ഇവന് കിട്ടിയതായ സ്വത്ത് ഇവൻ സ്വന്തമായിട്ടുണ്ടാക്കിയതാണെങ്കിലും പാരമ്പര്യമായി കിട്ടിയതാണെങ്കിലും കള്ളത്തരം അതിനകത്തില്ല. ഒരു അന്യായമായ സമ്പാദ്യം അവൻ്റെ കയ്യിലില്ല. ഇത് മുഴുവനും അവൻ അവകാശപ്പെട്ട സ്വത്താണ്. ഭൂമിയിൽ മനുഷ്യൻ്റെ നിയമപ്രകാരം നോക്കിയാൽ അവന് അവകാശപ്പെട്ട സ്വത്തേ അവൻ്റെ കയ്യിലുള്ളൂ. പക്ഷേ എന്താ കുഴപ്പം? അതവൻ്റെ ഹൃദയത്തിൽ കയറി, അതവൻ്റെ ഹൃദയത്തിലിരിക്കുക. കാരണം അവൻ്റെ പിടുത്തം മുഴുവൻ ഈ സ്വത്തിലാണ്, അവൻ്റെ ആഗ്രഹം മുഴുവൻ ഈ സ്വത്തിലാണ്. ഭയപ്പെടേണ്ട, നാളെക്കുറിച്ച് പേടിക്കേണ്ട, കാരണം എനിക്ക് സ്വത്തുണ്ടല്ലോ, എനിക്ക് പണമുണ്ടല്ലോ, ഞാൻ ആരെ പേടിക്കാനാണ്, എനിക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇതാണ് അവൻ്റെ ചിന്താഗതി. ദൈവമക്കളെ, യേശുക്രിസ്തുവിൽ ഒഴികെ മറ്റെന്തിൽ ആശ്രയിച്ചാലും അത് ദോഷത്തിലേക്ക് ഭവിക്കും. അത് സമാധാനം കളയും, നമ്മുടെ ഉള്ളിലേക്ക് അസമാധാനം കൊണ്ടുവരും.
അസ്വസ്ഥത കൊണ്ടുവരും. ഈ മനുഷ്യനോട് പറഞ്ഞത്, നിന്റെ ഹൃദയത്തിൽ ഒരു ദൈവം ഇരിപ്പുണ്ട്, അത് സമ്പത്താണ്, നീ അത് ഉപേക്ഷിക്കണം, അത് നീ ഉപേക്ഷിച്ചിട്ട് എൻ്റെ അടുക്കൽ വരണം. ദൈവമക്കളെ, അത് വിൽക്കണമെന്നാണ് പറഞ്ഞത്. വിറ്റാൽ മാത്രം മതിയായിരുന്നെങ്കിൽ അല്പം ആശ്വാസം ഉണ്ടായിരുന്നു. കാരണം എന്താ, വിറ്റ് കഴിയുമ്പോൾ പണം കിട്ടും, പണം കയ്യിൽ വെച്ചാൽ മതി, ഇല്ലേ? പണം കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ കുഴപ്പമില്ലല്ലോ. അപ്പോഴും സ്വത്തങ്ങ് പോയി, പക്ഷെ പൈസയായിട്ട് കയ്യിലിരിപ്പുണ്ട്. പക്ഷെ കർത്താവ് പറഞ്ഞെന്താണെന്നറിയാമോ? നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണം. നീ ഇത് വിറ്റ ശേഷം എന്ത് ചെയ്യണം? ആ പണം മുഴുവൻ ഈ നാട്ടിലുള്ള ദരിദ്രന്മാർക്ക് കൊടുക്കണം. ഇപ്പം നിനക്കൊന്നുമില്ല. ദൈവമക്കളെ, ഇത് പ്രായോഗികമാണോ? ഇത് പ്രായോഗികമാണോ? ഇവനോട് ഇത് പറയാൻ കാരണം ഇതിവൻ്റെ ഹൃദയത്തിൽ ദൈവമായി മാറിയതുകൊണ്ടാണ്. ദൈവമക്കളെ, ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ ഇതുപോലെ എന്തെല്ലാം ദൈവങ്ങൾ ഇരിപ്പുണ്ട്. നാം ഒന്ന് ചിന്തിച്ച് നോക്കുക. വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഒരു മനുഷ്യൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ സർവ്വലോകത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ മഹാത്ഭുതമാണ്. ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ മഹാത്ഭുതമാണ്. കാരണം ഒരു മനുഷ്യൻ നിത്യജീവൻ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ, ദൈവം ഒരുക്കുന്ന രാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ഈ ലോകത്തിൽ ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണത്. അതിന് നമ്മുടെ ഹൃദയത്തിൽ ചില തടസ്സങ്ങളുണ്ട്. അന്യ ദൈവങ്ങൾ, യേശുക്രിസ്തു ഒഴികെ അന്യ ദൈവങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വരാൻ പാടില്ല. അത് സ്വത്താകാം, ചിലർക്ക് ഭാര്യയാകും, ചിലർക്ക് ഭർത്താവായിരിക്കും, ചിലർക്ക് മക്കളായിരിക്കും, ചിലർക്ക് അവരുടെ ജോലിയാണ്, ചിലർക്ക് അവരുടെ ശമ്പളമാണ്, ചിലർക്ക് ചില വ്യക്തികളാണ്, ചില പൂജാ വിഷയങ്ങളുണ്ട്, ചിലർക്ക് കൂട്ടായ്മയാണ്, ചിലർക്ക് സഭയാണ്, ചിലർക്ക് ഇതുപോലെയുള്ള ഓരോ വിഷയങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലുണ്ട്. അവരുടെ ഹൃദയത്തിൽ ദൈവമായിട്ട് വെച്ചിരിക്കും. പുറമേ നോക്കിയാൽ കുഴപ്പമൊന്നുമില്ല, താനും നല്ല മാന്യനാണ്, മാന്യമായിട്ട് ജീവിക്കുന്നവളാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ ഹൃദയത്തിൽ ദൈവം വേറെയാണ്. യേശു അല്ല ദൈവം, മറ്റു പലതുമാണ്. ഇവനിത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. എന്നിട്ട് യേശു പറഞ്ഞു, പിന്നെ നീ എന്നെ അനുഗമിക്കുക. അവിടെ പറയുന്ന വാക്കുണ്ട്, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഇപ്പം നിന്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ കൊണ്ട് എന്നെ അനുഗമിക്കാൻ കഴിയില്ല, യേശുവിനെ അനുഗമിക്കാൻ കഴിയില്ല. യേശുവിനെ അനുഗമിക്കുന്ന ഒരു ഹൃദയമല്ല നിനക്കുള്ളത്. നിനക്ക് പണത്തെ അനുഗമിക്കുന്നതായ, സമ്പത്തിനെ അനുഗമിക്കുന്നതായ, അന്യ ദൈവങ്ങളെ അനുഗമിക്കുന്നതായ ഒരു സ്വഭാവമാണ് ഇന്ന് നിനക്കുള്ളത്. ഇത് നീ മാറ്റണം. ദൈവമക്കളെ, ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും തോന്നിയേക്കാം, അങ്ങനെയാണെങ്കിൽ ആര് ദൈവരാജ്യത്തിൽ കടക്കുമെന്ന്? ആര് ദൈവരാജ്യത്തിൽ കടക്കും? സമ്പത്തുള്ളവർക്കൊന്നും ദൈവരാജ്യത്തിൽ കടക്കാൻ പറ്റില്ല, അതെല്ലാം വിൽക്കണമെന്നാണോ പറയുന്നത്? ദൈവമക്കളെ, തിരുവചനത്തിൽ അങ്ങനെയൊന്നും പറയുന്നില്ല കേട്ടോ. ദൈവവചനം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അബ്രഹാം പിതാവിനെ കാണാൻ പറ്റും. നിങ്ങൾക്കറിയോ, അബ്രഹാം പിതാവ് അന്നത്തെ കാലത്തെ അതിസമ്പന്നനായിരുന്നു. അബ്രഹാം അതിസമ്പന്നനായിരുന്നു എന്നാണ് തിരുവചനം പറയുന്നത്. അബ്രഹാം ദൈവരാജ്യത്തിലല്ലേ? ഇനി നാം മുമ്പോട്ട് വരുമ്പോഴും പുതിയ നിയമത്തിലും ധാരാളം സമ്പന്നന്മാർ ദൈവരാജ്യത്തിൽ കടന്നിട്ടുണ്ട്. അപ്പോൾ സമ്പത്ത് ഉണ്ട് എന്നുള്ളതല്ല ദൈവരാജ്യത്തിൽ കടക്കാൻ ഒരു തടസ്സം. ഈ സമ്പത്ത് നമ്മുടെ ദൈവമായി മാറുന്നു, നമ്മുടെ ആശ്രയം അതായി മാറുന്നു. നമ്മുടെ ഹൃദയത്തിൽ ഒരേ ഒരു ദൈവമേ പാടുള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ദൈവമക്കളെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കണ്ടേ? ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്നെ ഏറെ വലച്ചു കളഞ്ഞതായ ഒരു വിഷയമാണിത്. ഞാൻ ഏറെക്കാലം വളരെ കഷ്ടപ്പെട്ട ഒരു വിഷയമാണിത്. എങ്ങനെ മാറും ഹൃദയത്തിൽ നിന്ന് ഇത് ഓരോന്നേ? ചിലർക്ക് ചില പെൺകുട്ടികളാണ് ദൈവം, ഹൃദയത്തിൽ ദൈവം. ചിലർക്ക് ചില ആൺകുട്ടികളാണ് ഹൃദയത്തിൽ ദൈവം. അവർക്ക് യേശു അല്ല. ദൈവമക്കളെ, പള്ളിയിൽ പോകുന്നത് പോലും ചില ദുരുദ്ദേശത്തോടു കൂടിയാണ്, ചിലരെ കാണാൻ വേണ്ടിയിട്ടാണ്. കൂട്ടായ്മയ്ക്ക് വരുന്നത് പോലും ചിലരോട് മിണ്ടാൻ വേണ്ടിയിട്ടോ ചിലരെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടോ ഒക്കെയുള്ള ആളുകളുണ്ട്. ദൈവമക്കളെ, ഞാനിതെല്ലാം പറയുമ്പോൾ ഭയത്തോടെയാണ് പറയുന്നത്. ദൈവമക്കളെ, നിങ്ങൾ ചിന്തിക്കുക, ഇന്ന് നമ്മുടെ ഹൃദയത്തിലെ ദൈവം ആരാണ്? എന്തിനെയാണ് നമ്മുടെ ദൈവമായി നാം വെച്ചിരിക്കുന്നത്? യേശുക്രിസ്തു ആണോ അതോ മറ്റു പലതുമാണോ? കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നിനക്ക് നിത്യജീവൻ കിട്ടണമെങ്കിൽ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. നമ്മെ ഓരോരുത്തരെയും യേശു സ്നേഹിക്കുന്നു, നമ്മുടെ ആത്മാവിനെ സ്നേഹിക്കുന്നു, നമ്മളെ സ്വർഗ്ഗരാജ്യത്തിൽ എത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, മോനെ, അത് മാറ്റുക, നിന്റെ ഹൃദയത്തിൽ യേശു മാത്രമായി വരട്ടെ. ദൈവമക്കളെ, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്, അങ്ങനെ ഒരു സമർപ്പണത്തിലേക്ക് വരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചിട്ടുണ്ടോ? ഇന്ന് നമുക്ക് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താം. ഞാനും എൻ്റെ യേശുവിനോട് പറയുകയാണ്, പലപ്പോഴും എൻ്റെ ഹൃദയത്തിലും പല ദൈവങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. പലപ്പോഴും സ്വത്തോ, പലപ്പോഴും സമ്പത്തോ, പലപ്പോഴും ജോലിയോ, പലപ്പോഴും ശമ്പളമോ, മറ്റു പലതുമോ, ദൈവമക്കളോ, കൂട്ടായ്മയോ, പലതും എൻ്റെ ജീവിതത്തിൽ ദൈവമായി കയറി വന്നിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പ്രകാരം, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അനന്തമായ കൃപയാൽ ഇതെല്ലാം പാപമാണെന്ന് കാണുവാൻ, ഇതൊക്കെയും ഹൃദയത്തിൽ വെച്ചാൽ ദൈവരാജ്യത്തിൽ എത്തുകയില്ല, യേശുക്രിസ്തു മാത്രമേ ഹൃദയത്തിൽ വരാൻ പാടുള്ളൂ എന്നുള്ളത് പരമസത്യം കർത്താവ് എനിക്ക് ബോധ്യം തന്നു. നമുക്ക് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എടുക്കാം. ആ ഒരു തീരുമാനം യേശുവിനോട് പറയാം. കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം. കർത്താവെ, നീ ആ യൗവനക്കാരനോട് പറഞ്ഞതുപോലെ അവൻ്റെ ഹൃദയത്തിൽ വേറെ പാപങ്ങളൊന്നുമില്ലാതിരുന്നിട്ട് സ്വത്തവനൊരു പാപമായി, അവനൊരു കെണിയായി മാറിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കെണിയായി നിത്യജീവന് തടസ്സമായി നിൽക്കുന്ന ഏത് കാര്യവും കർത്താവെ നീ ഞങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒക്കെയും ഞങ്ങൾ മാറ്റുവാൻ തയ്യാറാണ്.
കർത്താവെ, തീരുമാനമെടുത്ത ഓരോരുത്തരുടെയും പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതണമേ. അടിയങ്ങൾ ഓരോരുത്തരെയും കാക്കണമേ. എല്ലാം അടിയങ്ങൾക്കായി ജീവൻ വെച്ച യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ.